പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പാപത്തെക്കുറിച്ചാണ്. എന്താണ് പാപം? തിരുവചനം പറയും, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഏറ്റവും സൗഭാഗ്യവും സുന്ദരവുമായ ഒരു തോട്ടത്തിൻ്റെ നടുവിലാണ് അവരെ പാർപ്പിച്ചത്. ആ തോട്ടത്തിൻ്റെ നടുവിൽ അവരെ പാർപ്പിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും മുകളിൽ അവൻ അധികാരം കൊടുക്കുകയും ചെയ്തു. എല്ലാത്തിനെയും നോക്കി ഭരിക്കുവാനുള്ള അവകാശം ദൈവം ആദത്തിൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുത്തു. മാത്രമല്ല, വെയിൽ മങ്ങുന്ന സായാഹ്നങ്ങളിൽ ദൈവം ആദത്തിൻ്റെയും ഹവ്വയുടെയും കരങ്ങൾ പിടിച്ച് ഏദൻ തോട്ടത്തിൻ്റെ നടുവിലൂടെ നടക്കുമായിരുന്നു അത്രേ. അത്രമാത്രം ലാളിത്യവും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ദൈവം ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്തത്. എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് ആ സൃഷ്ടപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിന്ന ഒരു സ്നേഹത്തിൻ്റെ ആന്തോളനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഹവ്വ പാപം ചെയ്യുകയും ആ പാപത്തെ ആദവുമായിട്ട് കൂട്ടി ബന്ധിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരും പാപം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ആദ്യം അനുഭവപ്പെടുന്നത് അപകർഷതാബോധമാണ്. ദൈവമായ കർത്താവ് ആദത്തെയും ഹവ്വയെയും കാണുവാൻ വേണ്ടി ഏദൻ തോട്ടത്തിലേക്ക് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം നോക്കുവാനുള്ള ബലം നഷ്ടപ്പെട്ടുപോയി. ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാനുള്ള ബലം നഷ്ടപ്പെട്ടുപോയി. രണ്ടുപേരും ഓടി പൊന്തക്കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ദൈവമായ കർത്താവ് പതിവ് പോലെ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമില്ല. അപ്പൻ വരുമ്പോൾ മക്കൾ ഓടി അരികിലേക്ക് ചെല്ലുന്ന അതേ ലാളിത്യത്തോടുകൂടെ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുന്ന ആദത്തെ ഹവ്വയെയും ആ സായാഹ്നത്തിൽ അവിടെ കണ്ടില്ല. ദൈവം അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ആദം, നീ എവിടെയാണ്? പ്രിയരെ, നിങ്ങൾക്കറിയുമോ, ലോകത്ത് മുഴങ്ങിക്കേട്ട ആദ്യത്തെ ചോദ്യമായിരുന്നു അത്. ആദം, നീ എവിടെയാണ്? ആദം പൊന്തക്കാടുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവിടെയുണ്ട്. പക്ഷെ എനിക്ക് നിന്റെ അരികിലേക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ നഗ്നനാണ്. നഗ്നനാണെന്ന് നിനക്കെങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ പറിച്ച് കഴിച്ചുവോ? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്ന വികാരമെന്ന് പറയുന്നത് അത് അപകർഷതാബോധമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് ധരിച്ച് അവൻ ഓടിമറയുക. സ്വന്തം പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ കുറവിനെ മറയ്ക്കുവാൻ വേണ്ടി മറഞ്ഞിരിക്കുക. പാപം ചെയ്യുന്ന മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ നൊമ്പരം അപകർഷതാബോധം തന്നെയാണ്. നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മറയില്ലാതെ നിൽക്കുവാനുള്ള കഴിവ് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയും പാപം. നീയും ദൈവവും തമ്മിലുള്ള ശുദ്ധമായ ബന്ധം അതോടെ നഷ്ടപ്പെട്ടു പോകും. നിനക്ക് ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നീ ജീവിതത്തെ തരം താഴ്ത്തി കളയും. രണ്ടാമത് ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചോ? ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടായി തന്നവൾ എനിക്കത് കൊണ്ടുവന്ന് നൽകി, ഞാൻ ഭക്ഷിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവളെ ദൈവം ആദത്തിൻ്റെ മുമ്പിലേക്ക് സൃഷ്ടിച്ച് നിർത്തിയപ്പോൾ ആദം പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാ നീ, എൻ്റെ മാംസത്തിൻ്റെ മാംസമാ നീ. പക്ഷെ ഇവിടെ പാപം ചെയ്തു കഴിയുമ്പോൾ ആദം കുറ്റപ്പെടുത്തുകയാണ്. നീ തന്നവൾ, ഇവളാണ് എൻ്റെ ജീവിതത്തെ ചതിച്ചത്, ഇവളാണ് എൻ്റെ ജീവിതത്തെ നിയമം ലംഘിക്കുന്നതിന് പ്രേരിപ്പിച്ചത്. വല്ലാത്ത കുറ്റപ്പെടുത്തൽ അനുഭവപ്പെടുക, വെറുപ്പ് അനുഭവപ്പെടുകയാണ്. ബന്ധം അതോടെ ശിഥിലമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് അപകർഷാബോധമാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കും.
കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതോടൊപ്പം വെറുപ്പ് പതുക്കെ പതുക്കെ മനസ്സിനകത്തേക്ക് ചേക്കേറുവാനായിട്ടും തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പാപത്തിൽ നിന്ന് മാറി നിൽക്കുക. പാപമാണ് മനുഷ്യൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ എപ്പോഴും ശിഥിലമാക്കി കളയുന്നത്. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാനുള്ള കഴിവിനെ നശിപ്പിച്ചു കളയുന്നതും പാപമാണ്. പരസ്പരം നിങ്ങൾക്ക് സ്നേഹത്തോടെ ലാളിത്യത്തോടെ തോളിൽ കൈയിട്ട് നടക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് പാപമാണ്. നിയമം ലംഘിക്കുന്നതാണ് പാപം. നിയമം എന്ന് പറഞ്ഞാൽ അത് വളരെ നിസാരമായൊരു കാര്യമാണ്. സ്നേഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കൃപാവരത്തെ ചേർത്ത് പിടിക്കുന്ന ഏതൊരു വ്യക്തിയും നിയമത്തിൽ ജീവിക്കുന്നവൻ തന്നെയാണ്. അവന് കരുണയുണ്ടാകും. അവന് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാവുകയില്ല. അവനെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്ന പരിപാവനമായ ജീവിത ശൈലി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ട കാര്യമുണ്ടാവുകയില്ല. നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, പാപമില്ലാതെ നിന്റെ സന്നിധിയിൽ ജീവിക്കാൻ, നിയമത്തെ അനുസരിച്ച് ജീവിക്കാൻ ഈ പ്രഭാതത്തിൽ നീ എനിക്ക് വരം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടകന്നു